ഉമർ റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് പോകാൻ വല്ലാത്തൊരു കൊതി മൂപ്പരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, പ്രവാചകരെ, എനിക്ക് ഉംറ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് അനുവദിക്കുമോ ഹബീബ്? റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് അനുവാദം ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് പഠിക്കാൻ ഒരു പാടുണ്ട്. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിക്കുമ്പോ, ആഗ്രഹിക്കുമ്പോ നമ്മുടെ കാരണവന്മാരോട് അനുവാദം ചോദിക്കുകയും നമ്മുടെ മാതാപിതാക്കളോട് അനുവാദം ചോദിക്കുക എന്നുള്ള പരിശുദ്ധമായ ഒരു സുന്നത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രവാചകനെ, എനിക്കൊരു ഉംറയ്ക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, അങ്ങൊന്ന് അനുവദിക്കുമോ എന്ന് അള്ളാന്റെ ഹബീബിനോട് അനുവാദം ചോദിച്ചപ്പോൾ എനിക്ക് അനുവാദം കിട്ടി. പറയാ, എനിക്ക് അനുവാദം കിട്ടി. മാത്രമല്ല, അള്ളാന്റെ റസൂല് എന്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, എന്റെ കയ്യിൽ മുസാഫഹത്ത് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ തൻസനാ യാ ഉഖയ്യ, ലാ തൻസനാ യാ ഉഖയ്യ മിൻ ദുആ. വാചകര് പറയാ, ഉമറേ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പരിശുദ്ധമായ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ ചെല്ലുവല്ലോ, മഖാം ഇബ്രാഹിമിൽ ചെല്ലുവല്ലോ, അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിന്റെ കില്ല പിടിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമല്ലോ. ആ ദുആയിൽ ലാ തൻസനാ യാ ഉഖയ്യ, എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, എന്നെ നിങ്ങൾ മറന്നു കളയല്ലേ, എന്നെ നിങ്ങൾ മറന്നു കളയല്ലേ. അങ്ങനെ പറയുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലാ തൻസന, എന്നെ നിങ്ങൾ മറന്നു കളയല്ലേ. നിങ്ങളുടെ ദുആയിൽ യാ ഉഖയ്യ മിൻ ദുആഇക, നിങ്ങളുടെ ദുആയിൽ ഉമറേ, എന്നെ നിങ്ങൾ മറന്നു കളയല്ലേ. മാത്രല്ല, ഫഖാല കലിമതൻ മാ യസുബുനി അന്നലി ബിഹദ്ദുനിയാ, അല്ലാഹു പറയാണ്, ആ റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ടല്ലോ, ഏത് വാക്ക്? എന്റെ സഹോദര ഉമറേ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, കലിമത്തൻ, അത് തൽക്കീദ് ചെയ്തുകൊണ്ട് പറയാ, കലിമത്തൻ, ആ വാക്കുണ്ടല്ലോ, മാ യസുറുനി അന്നല ഹബ്ബി ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ എനിക്ക് ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഈ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് വലുതായിരുന്നു അതെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, റസൂലുള്ളാഹിക്ക്